സൗദി അറേബ്യയിൽ പണിയെടുക്കുന്ന ഇന്ത്യക്കാർക്ക് ഒരു ജാക്ക്പോട്ട് അടിച്ചിരിക്കുന്നു. അത് വേറൊന്നുമല്ല, സൗദി അറേബ്യയിൽ തൊഴിൽ നിയമങ്ങളിൽ പ്രധാനമായിട്ടുള്ള കാതലായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തൊഴിൽ നിയമങ്ങളുടെ പരിഷ്കാരങ്ങളുടെ ഒരു പരമ്പരയുടെ ഭാഗമായിട്ടാണ് സൗദി ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. മാനവ വിഭവശേഷി മന്ത്രാലയം തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കുന്ന പരമ്പര തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഏറെക്കുറെ അവിടെ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവനക്കാരുടെ അവകാശം സംരക്ഷിക്കുക, മെച്ചപ്പെട്ട തൊഴിൽ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സൗദിയുടെ ലക്ഷ്യം. മുഹമ്മദ് ബിൻ സൽമാൻ സർക്കാർ വന്നതിന് ശേഷം അവിടെ സ്ത്രീകളടക്കം തൊഴിൽ മേഖലയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളെ കൂടുതൽ ലിബറലാക്കി അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് കൂടെ വേണ്ടിയാണ് ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അത് വളരെ വലിയ പരിഷ്കാരങ്ങളാണ് എന്നുള്ളതാണ്. എന്താണ് എന്ന് നോക്കാം. 2020 ആരംഭിച്ച തൊഴിൽ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തൊഴിൽ മാറ്റങ്ങൾ വരുന്നത്. ജോലി സ്വാതന്ത്ര്യം, വിസ നിയമങ്ങളിൽ ഇളവ് എന്നുള്ളതാണ് വേറൊരു കാര്യം. സ്ത്രീകൾക്ക് പുതിയ നിയമം വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ സൗദി സർക്കാർ പറയുന്നത്. ഇന്ത്യൻ തൊഴിലാളികൾക്കാണ് ഈ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കുക. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ തൊഴിലാളികൾ സൗദിയിലുണ്ട്. ഗൾഫ് റിപ്പോർട്ട് അനുസരിച്ച് 10 ആഴ്ചയായിരുന്നു പ്രസവാവധി. ആ 10 ആഴ്ചയായിരുന്ന പ്രസവാവധി സ്ത്രീകൾക്ക് ഇപ്പോൾ 12 ആഴ്ചയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ സുപ്രധാനമായിട്ടുള്ള മാറ്റം. കുട്ടികളെ പരിപാലിക്കുന്നതിനായി സ്ത്രീകൾക്ക് കൂടുതൽ സമയം നൽകും എന്നുള്ളത് വേറൊരു മാറ്റമാണ്. ഇനി വിവാഹത്തിന് ശമ്പളത്തോടു കൂടിയ അവധി തൊഴിലാളികൾക്ക് നൽകും എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്. ഇത് വിവാഹത്തിന് മാത്രമല്ല, വിവാഹം, പങ്കാളി മരണപ്പെട്ടാൽ പിന്നെ നോട്ടീസ് പീരീഡ്, അതായത് നമ്മൾ പുറത്തു പോകുന്നതിന് മുമ്പ് നിൽക്കുന്ന നോട്ടീസ് പീരീഡ്, പിന്നെ ഓവർ ടൈം പണിയെടുക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ജാക്ക്പോട്ട് അടിച്ചിരിക്കുകയാണ്. വിവേചന നിരോധനം കൊണ്ടുവരാനായി പുതിയ നിയമങ്ങളിൽ കർശനമായിട്ടുള്ള ഒരു നിയമം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി പങ്കാളി മരണപ്പെട്ടാൽ 5 ദിവസം ശമ്പളത്തോടുകൂടി അവധിയെടുക്കാം എന്നുള്ളതാണ് ഈ നിയമങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട മാറ്റം. വിവാഹത്തിന് 5 ദിവസം ശമ്പളത്തോടെ അവധി. ജീവനക്കാർക്ക് പിരിഞ്ഞു പോവുകയാണെങ്കിൽ 30 ദിവസം നോട്ടീസ് പീരീഡ് നിന്നിരിക്കണം എന്നുള്ള ഒരു നിയമം വരുന്നുണ്ട്. പോരാത്തതിന് ജീവനക്കാരെ ആ കമ്പനി പിരിച്ചുവിടുകയാണെങ്കിൽ 60 ദിവസം കമ്പനി നോട്ടീസ് പീരീഡ് ജീവനക്കാർക്ക് കൊടുത്തിരിക്കണം എന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നിയമമുണ്ട്. അവധി ദിവസങ്ങളിലും ഈദ് ദിവസങ്ങളിലും ചെയ്യുന്ന എല്ലാ ജോലികളും ഓവർ ടൈമായി കണക്കാക്കും എന്നുള്ളതാണ്. ശമ്പളത്തോടു കൂടി തന്നെയാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ട്രയൽ കാലയളവ് 180 ദിവസം വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു മാറ്റമാണ്. പുതിയ നിയമപ്രകാരം വംശം, നിറം, ലിംഗഭേദം, വൈകല്യം, സാമൂഹിക പദവി എന്നിങ്ങനെയുള്ള വിവേചനങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വർക്ക് ഫ്രണ്ട്ലി ആക്കാനാണ് ശ്രമിക്കുന്നത് സൗദി അറേബ്യ എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള നിയമങ്ങളാണ് ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയ നിയമങ്ങൾ ഇന്ത്യക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളതാണ്. പുതിയ നിയമങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ ജോലി നൽകുന്നവർക്ക് കനത്ത പിഴ ചുമത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കാനാണ് ഇത് എന്നുള്ളതാണ്. ഇത് ജീവനക്കാരെ ചൂഷണം ചെയ്യുന്നത് തടയും. ഈ പരിഷ്കാരങ്ങൾ കുടിയേറ്റ തൊഴിലാളികൾക്ക് ജോലി മാറ്റാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യമാണ്. വിസ നിയമങ്ങളിൽ ഈ ഇളവ് വരുത്തിയിട്ടുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾക്ക് തൊഴിലുടമയുടെ അനുവാദമില്ലാതെ തന്നെ രാജ്യം വിടാമെന്നുള്ള സുപ്രധാനമായിട്ടുള്ള നിയമമാണ്. നേരത്തെ സൗദിയിൽ ചെന്ന് കഴിഞ്ഞാൽ തൊഴിലുടമ പാസ്പോർട്ടൊക്കെ മേടിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നിയമത്തിൽ തൊഴിലുടമയുടെ അനുമതി അതിന് വേണ്ട, അല്ലാതെ തന്നെ രാജ്യം വിടാം. ഇന്ത്യക്കാർ സൗദി അറേബ്യയിൽ വലിയ തോതിൽ ജോലി ചെയ്യുന്നതിനാൽ ഇതിൻ്റെ നേട്ടം സുപ്രധാനമായി ലഭിക്കാൻ പോകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഭാരതീയരാണ്, ഇന്ത്യക്കാരാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.